നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. In the network, switch S is closed at t equal to 0. Find the driving point impedance and the source current. അപ്പോൾ അതാണ് പ്രോബ്ലം. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇവിടെ സ്വിച്ച് എസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ R ഉണ്ട്, L ഉണ്ട്, C ഉണ്ട്, 3 എലമെൻസും ഉണ്ട്. എല്ലാം തന്നിരിക്കുന്ന യൂണിറ്റ്സിലാണ്, ടൈം ഡൊമൈനിലാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സർക്യൂട്ടിനെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സർക്യൂട്ടിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പോവാം. നമുക്ക് റെസിസ്റ്റേഴ്സിനൊക്കെ ആദ്യം തന്നെ റെസിസ്റ്റേഴ്സായിട്ട് നിർത്താം, ചേഞ്ച് വരില്ല. ഇൻഡക്ടർ എന്താവും, L എന്നുള്ളത് LS ആവും, അതായത് 1 ആയിരുന്നു, അപ്പോൾ അത് വെറും S ആവും. കപ്പാസിറ്റർ 1/CS ആവും, ഇവിടെ സിയുടെ സ്ഥാനത്ത് 1/2 ആണ്, സോ അത് 2/S എന്നാവും. പിന്നെ 10 വോൾട്ട് എന്നുള്ളത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, സോ അത് 10/S എന്നാവും. സ്വിച്ച് എസ് അവിടെ ഉണ്ട്. ഇതാണ് അതിൻ്റെ എസ് ഡൊമൈനിലുള്ള കറസ്പോണ്ടിങ് സർക്യൂട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നത് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് അഥവാ Z(S) എന്ന് പറയും. നമുക്ക് Z(S) ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. Z(S) കാണുകയും നോക്കാം, ഇവിടെ 2 ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ. സ്വിച്ച് ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തു, അറ്റ് t equal to 0 ഉണ്ട്. അപ്പോൾ സ്വിച്ച് ക്ലോസ്ഡ് ആയി. ഓക്കെ, ഇനി 2 ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് 1ഉം പിന്നെ ഇൻഡക്ടർ എസ് ഉള്ളത്, പിന്നെ ഒരെണ്ണം ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഉള്ള ബ്രാഞ്ചും. സോ നമുക്കിത് രണ്ടും പാരലലാണ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ ബ്രാഞ്ചിൻ്റെ എന്ത് വരും, സീരീസ് ആയിട്ടുള്ളത് S+1 വരും. രണ്ടാമത്തത് അതിനോട് പാരലായിട്ടൊരു ബ്രാഞ്ച് ഉണ്ട്, അതായത് 2 + 2/S. സോ ഇത് നമ്മൾ പാരലൽ റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ Z(S) കിട്ടും. അപ്പോൾ S+1 പാരലൽ 2S + 2/S. അപ്പോൾ R1 × R2/R1 + R2 എന്നുള്ള ഫോം എടുക്കുക. അപ്പോൾ R1 × R2 ഡിവൈഡഡ് ബൈ R1 + R2 പ്ലസ് 2S + 2/S. അപ്പോൾ Z(S) is equal to S+1 into 2S + 2 all by S divided by, ഇതിവിടെ നമുക്ക് LCM എടുക്കാം. S × S+1 അല്ലേ, S കൊണ്ട് മൊത്തം ചെയ്തു, പ്ലസ് 2S + 2 all by S. എസും എസും ക്യാൻസൽ ആവും. അപ്പോൾ S+1 × 2 നമുക്ക് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 2 × again S+1 വരും, അതായത് S+1 2 എന്ന് വരും. അപ്പോൾ 2 × S+1 2 ഡിവൈഡഡ് ബൈ, നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ S². ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, S × S+1 അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ടേം ഉണ്ട്, അതിൽ നിന്ന് എഗെയിൻ നമുക്ക് എന്തെടുക്കാം, 2 × S+1 എന്ന് എടുക്കാം. അപ്പോൾ വീണ്ടും S+1 കോമൺ ആണ്, 2 × S+1 2 ഡിവൈഡഡ് ബൈ, ഇവിടെയും S+1 എന്നുള്ള ടേം കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ബാക്കി എന്ത് വരും, ആദ്യത്തെ ടേമിലൊരു S ഉണ്ട്, രണ്ടാമത്തെ ടേമിലൊരു 2 ഉണ്ട്. അപ്പോൾ S+1 × S+2 എന്ന് കിട്ടും. സോ നമുക്കൊരു S+1 ക്യാൻസൽ ചെയ്യാം. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2 × S+1 all divided by S+2. ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് അഥവാ Z(S). 2 × S+1/S+2. നമ്മൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കാണുന്നത് സോഴ്സ് കറണ്ടാണ്. സോഴ്സ് കറണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് അഥവാ സോഴ്സ് സൈഡിൽ സപ്ലൈ ചെയ്യുന്ന കറണ്ട് I(S). അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ആദ്യം I(S) കാണാം അല്ലേ, എസ് ഡൊമൈനിലാണ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2 ബ്രാഞ്ചസ് ഉണ്ട്, ഇത് പാരലൽ ബ്രാഞ്ചസ് ആണ്. സോ നമുക്കിവിടെ കോമൺ ആയിട്ട് ഒരു നോഡ് കൺസിഡർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ കോമൺ നോഡ് നമുക്ക് അപ്ലൈ ചെയ്യാം, KCL അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിനി സോൾവ് ചെയ്യാൻ പോകുന്നത് KCL യൂസ് ചെയ്തിട്ടാണ്, അഥവാ നോഡ് അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അത് പലതരത്തിൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് Z(S) കിട്ടിയ സ്ഥിതിക്ക് V(S/Z(S) ചെയ്താലും I(S) കിട്ടും. നമ്മൾ വേറൊരു വെറൈറ്റി അല്ലെങ്കിൽ വേറൊരു മോഡലായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സിലബസിൽ മെഷ് ആൻഡ് നോഡ് അനാലിസിസ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് നോഡ് അനാലിസിസ് യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നും കൂടെ നോക്കാം. അപ്പോൾ നോഡ് അനാലിസിസ് യൂസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോഡ് എടുക്കാനുള്ള റീസൺ എന്താ, ഇവിടെ മെഷ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 മെഷ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരും. പക്ഷേ ഇതിപ്പോൾ പാരലൽ ബ്രാഞ്ചസ് ആയതുകൊണ്ട് ഇടയിലൊന്നും വേറെ ബ്രാഞ്ചസ് ഒന്നും പോകാത്തതുകൊണ്ടും പിന്നെ വേറെ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ഒരൊറ്റ നോഡ് കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെ നോക്കുമ്പോൾ KCL അപ്ലൈ ചെയ്യുന്നതാണ് ഈസി. സോ നമ്മളിവിടെ KCL അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ KCL അപ്ലൈ ചെയ്യുമ്പോൾ I(S) ആണ് കറണ്ട്, സപ്ലൈ കറണ്ട് I(S) ഈക്വൽ ടു എന്തെന്ന് വരും, 10/S അല്ല, ആദ്യത്തെ ബ്രാഞ്ചിൻ്റെ കറസ്പോണ്ടിങ്ങുള്ള കറണ്ട് എന്ന് പറയുന്നത് 10/S/S+1. നമ്മൾ നോഡ് അനാലിസിസ് ചെയ്യുക, ടോട്ടൽ കറണ്ട് ഈക്വൽ ടു 0 എന്നുള്ള അസംഷനിലാണ്. അപ്പോൾ ആദ്യത്തെ 10/S, 2 കറൻസ് നമ്മൾ താഴേക്കാണ് അസ്യൂം ചെയ്യാണ്, നോഡിൽ നിന്ന് പോകുന്ന കറൻസൊക്കെ.
സോ 10/s ആണ് ഇവിടുത്തെ വോൾട്ടേജ് അല്ലേ. ഈ വോൾട്ടേജ് തന്നെയാണ് ഇവിടെ ഈ നോഡിൽ വരിക പാരലൽ ആയതുകൊണ്ട്. സോ 10/s/s+1 പ്ലസ് 10/s/2s+2/s. ഇവിടുത്തെ 2 + 2/s എന്ന് പറയുന്നത് 2s+2/s ആണ്. സോ ഈ രണ്ട് കറൻസ് അല്ലേ, ഇപ്പോൾ നമ്മൾ എഴുതിയിരുന്നത് ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ടാണ് 10/s/s+1, പിന്നെ സെക്കൻഡ് ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ടാണ് 10/s/2s+2/s. സോ ഈ രണ്ട് കറണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കറണ്ട് IOS കിട്ടും. അതായത് 10/s സോ നമുക്ക് ഈ s താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ 10/s/s+1 പ്ലസ് 2 SS ക്യാൻസൽ ആവും. സോ 10/2 × s+1 എന്ന് കിട്ടും. അതായത് IOS = 10/s/s+1 പ്ലസ് 10/2 എന്ന് പറയുന്നത് 5 ആണ്. സോ 5/s+1. ഇത് നോക്കാം, നമുക്ക് രണ്ടിൻ്റെ ഡിനോമിനേറ്ററിൽ s+1s ഉണ്ട്. ഒരു എസിൻ്റെ കുറവേ ഉള്ളൂ സെക്കൻഡ് ടൈമിന്. സോ നമുക്ക് അതിൻ്റെ LCM എടുക്കുമ്പോൾ 10 + 5s അല്ലേ, ഇല്ലാത്ത എസ് കൊണ്ട് നമുക്ക് സെക്കൻഡ് ടൈമിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 + 5s ഡിവൈഡഡ് ബൈ s × s+1 എന്ന് കിട്ടും. ഇനി കോമൺ ആയിട്ട് ന്യൂമറേറ്ററിൽ 5 കോമൺ ഫാക്ടറാണ്. സോ 5 ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോൾ എനിക്ക് 2 + s എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ s × s+1. അഥവാ 5 × നമ്മളെപ്പോഴും s ആണ് ഫസ്റ്റ് എഴുതാറ്, s+2/s × s+1. ദാറ്റ് ഈസ് സോഴ്സ് കറണ്ട് IOS കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ IOSനെ സോൾവ് ചെയ്യാം അല്ലേ. ഇപ്പോൾ കിട്ടിയത് എസ് ഡൊമൈനാണ്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ദ സോഴ്സ് കറണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ടൈം ഡൊമൈനിലാണ് നമ്മൾ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും, 5 × s+2/s × s+1 പകരം നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ a/s + b/s+1 എന്ന് ചേഞ്ച് ചെയ്യാം അല്ലേ. പ്രോഡക്റ്റ് ആണ് ഇവിടെ ഡിനോമിനേറ്ററിൽ. സോ a/s + b/s+1 എന്നതിനെ ചേഞ്ച് ചെയ്തു. ഇനി കോമൺ ഡിനോമിനേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ എന്ത് വരും, 5 × s+2. ഇനി എയുടെ ഡിനോമിനേറ്ററിൽ s ഉണ്ട്, ഇല്ലാത്ത ടേം ലെഫ്റ്റ് സൈഡിലത്തെ ഡിനോമിനേറ്റർ നോക്കുക, ഇല്ലാത്ത ടേം s+1 ആണ്, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ബിയുടെ ഡിനോമിനേറ്ററിൽ s+1 ഉണ്ട്, ഇല്ലാത്ത ടേം s ആണ്, അതും അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണം. സോ ആദ്യം ഞാൻ എ കാണാൻ പോവാണ്. അപ്പോൾ എനിക്ക് ബീനെ 0 ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ s = 0 കൊടുത്തു. s0 കൊടുക്കുമ്പോൾ b ക്യാൻസൽ ആവും. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരുപോലെ വേണം സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാൻ, അല്ലെങ്കിൽ വാല്യൂ നമ്മൾ കൊടുക്കുന്ന എസ്സിന് കൊടുക്കുന്ന വാല്യൂസ് ഒരുപോലെ അപ്ലൈ ചെയ്യണം. അപ്പോൾ 5 × 0 + 2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 5 × 2 10 = a × 0 + 1 1 ആണ്. അപ്പോൾ a = 10 എന്ന് കിട്ടി. ഇനി ഇതേപോലെ b കണ്ടുപിടിക്കണം. പുട്ട് s = -1 അല്ലേ. ബി കാണുന്ന സമയത്ത് ബി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എനെ 0 ആക്കണം. സോ എനെ 0 ആക്കാൻ വേണ്ടിയിട്ട് എസ്സിന് -1 കൊടുത്തു. അപ്പോൾ -1 ഈ സൈഡിൽ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 - 1 1 ആയി. 1 × 5 5 5 = a × -1 + 1 0 ആയിപ്പോയി, b × -1 വരും, അതായത് -b. അപ്പോൾ ബിയുടെ വാല്യൂ -5 എന്ന് വരും. ഓക്കെ, എയും ബിയും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് IOS എന്ന് പറയുന്നത് എന്ത് വരും, എയുടെ പ്ലേസിൽ എന്ത് കൊടുക്കാം, 10/s, ബിയുടെ പ്ലേസിൽ -5/s+1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ IOS. അങ്ങനെയാണെങ്കിൽ നമുക്ക് I(t) കാണണം. I(t) കാണാനായിട്ട് എന്തെടുക്കുക, L ഇൻവേഴ്സ് ഓഫ് IOS എടുക്കുക. അപ്പോൾ IOSൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കാം. ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഫസ്റ്റ് ടേം 10/s ആണ്. 10/sൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എന്താണ്, 1/sൻ്റെ 1 ആണ്. സോ 10/sൻ്റെ 10 ആയിരിക്കും. -5 × 1/s+1 എന്ന് പറയുന്നത് e⁻ at സ്ഥാനത്ത്, ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്. സോ e⁻t. അപ്പോൾ I(t) therefore I(t) = 10 - 5 e⁻t. കറണ്ട് ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് ആംപിയർ. സോ നമ്മുടെ സോഴ്സ് കറണ്ട് I(t) എന്ന് പറയുന്നത് 10 - 5 e⁻t ആംപിയർ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു നോഡ് അനാലിസിസ് യൂസ് ചെയ്തിട്ട് ഒരു സർക്യൂട്ടിനെ ലാപ്ലേസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു തരത്തിലുള്ള മോഡലിലുള്ള പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. രണ്ട് തരത്തിലും ഇത് ചെയ്യാമായിരുന്നു. ഇപ്പോൾ നമ്മൾ KCL അപ്ലൈ ചെയ്തിട്ടുള്ള മോഡലിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിലബസിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഒരു മോഡലിൽ
ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ടും ചെയ്യാം. അപ്പോൾ ഇൻ കേസ് നിങ്ങളോട് മോഡൽ മീൻസ് മെഷ് അനാലിസിസ് അഥവാ നോഡ് അനാലിസിസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യണം. സോ ഇപ്പോൾ നമ്മളിവിടെ നോഡ് അനാലിസിസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നോക്കിയത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.